വാർത്തകൾ വിശദമായി നോക്കാം. കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ അപകടം. കാട്ടിക്കുന്നിൽ വേമ്പനാട്ട് കായലിലാണ് വള്ളം മറിഞ്ഞത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ സഞ്ചരിച്ച വള്ളമാണ് മറിഞ്ഞത്. ഒരാളെ കാണാതായതായി സംശയം. ഗോകുൽ രമേശാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? കാണാതായ ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ടാണ് അപകടം സംഭവിച്ചത്. ഈ വൈക്കത്ത് കാട്ടിക്കുന്നിൽ എന്ന് പറയുന്ന കാട്ടിക്കുന്നില് വേമ്പനാട്ട് കായലിലാണ് വള്ളം മറിയുകയുണ്ടായത്. 30ഓളം ആളുകൾ സഞ്ചരിച്ച വള്ളമാണ് മറിഞ്ഞത്. ഇതിൽ ഭാഗ്യവശാൽ 29 പേരെയും രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായിട്ട് ലഭിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് അടക്കം ലഭിച്ചിരിക്കുന്നത്. ഒരാളെ കൂടി കാണാനുള്ളതായിട്ട് സംശയമുണ്ട്. ഇയാൾ വെള്ളത്തിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറുകരയിൽ നീന്തി കയറിയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അടക്കമുള്ള ആളുകൾ അവിടെ എത്തി ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാണാവള്ളി സ്വദേശി സുമേഷ് എന്ന് പറയുന്ന ആളെയാണ് ഇനി കാണാനുള്ളത് എന്നാണ് നിലവിൽ അവിടെയുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂത്തോട്ടയിൽ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരുന്ന ആളുകളാണ് ഈ വള്ളത്തിൽ കയറിയത്. 30ഓളം ആളുകൾ വള്ളത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് തന്നെയാകാം വള്ളം മറിയാൻ കാരണമെന്നാണ് പ്രതീക്ഷിക്കുന്ന ഒരു പ്രാഥമിക നിഗമനമുള്ളത്. കൂടുതൽ ആളുകൾ വള്ളത്തിലേക്ക് കയറിയതാവാം അപകട കാരണമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ അപകടം നടന്ന ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് നീന്തി ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും കരക്കെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും അവരുടെ ആരോഗ്യനിലയൊന്നും സാരമായ പ്രശ്നമുള്ളതല്ല. ഇവരെയൊക്കെ തന്നെ എങ്കിലും വൈക്കത്തെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളതായിട്ട് നമുക്കിപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. ബാക്കി നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുകയും ഇവരുടെ വിവരശേഖരണമൊക്കെ നടത്തുകയും ചെയ്തത്. അതിനിടയിലാണ് ഇത്തരത്തിൽ സുമേഷ് എന്ന് പറയുന്ന പാണാവള്ളി സ്വദേശിയെ കൂടി കണ്ടെത്താനായിട്ട് ഉണ്ട് എന്നുള്ള വിവരം ലഭിച്ചത്. എന്തായാലും അയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വള്ളത്തിൽ കൂടുതൽ ആളുകൾ കയറിയതാവാം അപകട കാരണം എന്നുള്ളൊരു നിഗമനമാണ് പോലീസ് അടക്കം നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സ്വാതി. ഗോകുൽ, എന്തായാലും വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയധികം ആളുകൾ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കോട്ടയം വൈക്കത്താണ് വള്ളം മറിഞ്ഞ അപകടം ഉണ്ടായിരിക്കുന്നത്. കാട്ടിക്കുന്നിൽ വേമ്പനാട്ട് കായലിലാണ് വള്ളം മറിഞ്ഞത്. ഗോകുൽ, നിലവിൽ ഈ മഴയൊക്കെ പെയ്ത് ഇത്തരത്തിൽ വെള്ളം കൂടുതലായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഈ ജലഗതാഗതത്തിലൊക്കെ വലിയ തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന സമയത്താണ് വള്ളത്തിലുള്ള യാത്ര. ഇത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെയാണോ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്? നിലവിൽ ഇതിലെ ഈ വള്ളത്തിൽ ഗതാഗതം ഉള്ളതാണ്. പക്ഷേ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കൂടുതൽ ആളുകൾ ആ വള്ളത്തിലേക്ക് കയറിയതാണ് അപകട കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സ്വാഭാവികമായിട്ടും ജലനിരപ്പൊക്കെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എങ്കിൽ പോലും വലിയ വെള്ളമാണെങ്കിൽ പോലും 30 പേരോളം കയറുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഭാരം താങ്ങാനാവാതെ വെള്ളം മുങ്ങിയതാകാമെന്നാണ് നമ്മൾ കരുതുന്നത്. പോലീസ് അടക്കം നമ്മളോട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഈ കാര്യം തന്നെയാണ്. അവരുടെയും ഒരു പ്രാഥമിക നിഗമനം അത് തന്നെയാണ്. എന്തായാലും ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ അവരുടെ മൊഴിയെടുത്താൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരം ശേഖരിച്ചാൽ മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ഈ കൂടുതൽ ആളുകൾ കയറി ഭാരം കൂടുതൽ കൊണ്ട് വെള്ളം മറിഞ്ഞത് തന്നെയാകാമെന്നാണ്. എന്തായാലും ഒരു വലിയ ദുരന്തത്തിലേക്കോ വലിയ അപകടത്തിലേക്കോ കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരം തന്നെയാണ്. പെട്ടെന്ന് തന്നെ അപകടം നടന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയും ഈ ഇവിടെ ഉണ്ടായിരുന്ന അപകടത്തിൽപ്പെട്ട ആളുകളെയൊക്കെ കരക്കെത്തിക്കാൻ സാധിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തത്തിലേക്ക് വഴി മാറാതിരുന്നത് ഈ സംഭവം. എങ്കിൽ പോലും ഒരാളെ ഇനിയും കാണാതായിട്ടുണ്ട്. അയാൾ ഏതെങ്കിലും കരയിൽ നീന്തി കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ബാക്കി ഫയർഫോഴ്സ് അടക്കം എത്തുന്നുണ്ട്. പോലീസ് നിലവിൽ അവിടെയുണ്ട്. അവർ ബോട്ടിലടക്കം തെരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പുറത്തെ കരയിലും പോയി തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു മാസ് കാഷ്വാലിറ്റിയിലേക്ക് പോകാതിരുന്നത് ഏറെ ആശ്വാസകരമാണ് എന്ന് തന്നെ നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ അപകടത്തിൽപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരെ വൈക്കം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനിലയിൽ മറ്റു സാരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ഈ ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്ന വിവരം. സോറി. അതുതന്നെയാണ് ഗോകുൽ. എന്തായാലും വലിയ തരത്തിൽ ആശ്വാസകരമാണ്. ഈ പറഞ്ഞതുപോലെ വലിയ അപകടത്തിലേക്ക് നയിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതില്ല, വലിയ കാഷ്വാലിറ്റീസ് ഇല്ല. ഒരാളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ആ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ഗോകുൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഈ ജലനിരപ്പൊക്കെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തിരച്ചിൽ വലിയ തരത്തിൽ അടിയൊഴുക്കൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്കറിയാം വേമ്പനാട്ട് കായലാണ്, എങ്ങനെയാണ് അടിയൊഴുക്ക് എന്നുള്ളത്. അപ്പോൾ ഈ അടിയൊഴുക്ക് തിരച്ചിലിനെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ?
വെള്ളത്തിൽ മുങ്ങിത്തപ്പിയുള്ള ഒരു തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല ഇതുവരെ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുള്ള വിദഗ്ധരടക്കം എത്തുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും നാട്ടുകാരിൽ ചിലരുടെ നീന്തൽ വശമുള്ള ആളുകളൊക്കെ തന്നെ വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തുന്നുണ്ട്. പോലീസ് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സും അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ബാക്കി അവരൊക്കെ വന്നതിന് ശേഷം ഒരു വെള്ളത്തിൽ മുങ്ങിത്തപ്പിയുള്ളൊരു അത്തരത്തിലുള്ള തെരച്ചിലിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള നടപടിക്രമം എന്നുള്ള രീതിയിലുള്ള തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ വെള്ളത്തിൽ തന്നെയാണോ എന്നുള്ള കാര്യവും പോലീസിന് ഈ ഘട്ടത്തിൽ ഉറപ്പില്ല. ഇയാൾ അപ്പുറത്തെ കരയിൽ എത്തിയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിനും ആ കാര്യത്തിൽ വ്യക്തതക്കുറവുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ വെള്ളത്തിനടിയിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ജലനിരപ്പൊക്കെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം, ഒഴുക്കുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകട സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എന്തായാലും എത്രയും വേഗം തന്നെ ആ രീതിയിലുള്ള തെരച്ചിലൊക്കെ ആരംഭിക്കാനായിട്ട് സാധിക്കുമെന്നാണ് അധികൃതർ തന്നെ അറിയിച്ചിരിക്കുന്നത്. സുമേഷ് എന്ന് പറയുന്ന പാണാവള്ളി സ്വദേശിയായിട്ടുള്ള യുവാവാണ് ഇത്തരത്തിൽ ഇനി കാണാനായിട്ട് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പൂത്തോട്ട ഭാഗത്ത്, ഈ സമീപത്ത് തന്നെയുള്ള ഭാഗമാണ് പൂത്തോട്ട, അവിടെ ഒരു മരണം സംഭവിച്ചത്. ആ മരണ വീട്ടിൽ ഇന്ന് മരണാനന്തര ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ആളുകളായിരുന്നു ഇവർ. അതിനുശേഷം മടങ്ങി പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ വള്ളം മുങ്ങുകയുണ്ടായത്. 30ഓളം പേര് കയറിയത് കൊണ്ട് തന്നെയാണ് വള്ളം മുങ്ങിയത് എന്നുള്ള വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും കൂടുതൽ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തും. എങ്കിൽ അതിനുശേഷം മാത്രമേ ഇതിൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അപകടത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ കാരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത കുറവുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായിട്ട് ഈ ഭാരം കൂടുതൽ കൊണ്ട് വെള്ളം മുങ്ങിയതാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ബാക്കി ആളുകളെയൊക്കെ വേഗം തന്നെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. അവരെ നിലവിൽ അവരുടെ ആരോഗ്യസ്ഥിതി ഒന്നും മോശമല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുള്ളത് ഏറെ ആശ്വാസകരം തന്നെയാണ്. എന്തായാലും ഇനി ബാക്കി കൂടുതൽ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആളുകൾ, ആ രീതിയിൽ പരിശീലനം ലഭിച്ച ആളുകൾ എത്തിക്കൊണ്ട് ഒരു കൂടുതൽ സമഗ്രമായിട്ടുള്ള ഒരു തെരച്ചിലിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് നിലവിലെ പോലീസ് അടക്കമുള്ള അധികൃതർ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ബാക്കി നാട്ടുകാരുമൊക്കെ അവിടെ ഉണ്ട്. അവരും ഈ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നുണ്ട്. ആളുകളെ നീന്തിയും അല്ലെങ്കിൽ മുങ്ങിത്തപ്പിയൊക്കെ അവരും പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ അപകടങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയൊരു അപകടം സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും അയാളെയും ഈ കാണാതായ സുമേഷ് എന്ന് പറയുന്ന ആളെയും കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ കാര്യക്ഷമമായിട്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതി. അതുതന്നെയാണ് ഗോകുൽ. എന്തായാലും ഈ സമയം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത്തരത്തിൽ വള്ളം മറിഞ്ഞ അപകടമുണ്ടായി എന്നുള്ളത്. കോട്ടയം വൈക്കത്ത് കാട്ടിക്കുന്നിൽ വേമ്പനാട്ട് കായലിലാണ് വള്ളം മറിഞ്ഞത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർ സഞ്ചരിച്ച വള്ളമാണ് മറിഞ്ഞത്. ഇപ്പോൾ ഒരാളെ കാണാതായിട്ടുണ്ട്. ആ ആൾക്കായിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം നിസ്സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വലിയ അപകടത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ആശങ്കകളില്ലാതെ ആശ്വാസകരമായി തന്നെ അവരെല്ലാം രക്ഷപ്പെട്ടു. ഒരാളെ മാത്രമാണ് കണ്ടെത്താനുള്ളത്. അതിനായിട്ടുള്ള ആ ആൾക്കായിട്ടുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ആ വിവരങ്ങളാണ് ഗോകുൽ രമേശ് നൽകിയത്.